പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ അസന്നിഗ്ധമായിട്ട് വെളിവാക്കിയേക്കുന്നത് ഇറ്റ് ഈസ് എ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ് എന്നാണ്. ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്, സൂയിസൈഡൽ ഹാങ്ങിങ് എന്നുള്ളതാണ് കാണിച്ചേക്കുന്നത്. അല്ലാതെ ബോഡിയിൽ മറ്റ് ഇഞ്ചുറീസ് ഒന്നും, മുറിവുകളൊന്നും ഇല്ല. അത് കാണിച്ചിട്ടുണ്ട് അതിനകത്ത്, അതും ശരിയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡെത്ത് ഡ്യൂ ടു ഹാങ്ങിങ്, അതിൻ്റെ ലക്ഷണങ്ങൾ എഴുതിയിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ, അതാണ്. പക്ഷേ ഇതൊന്നും നമുക്കിനി ഇത് ശരിയാണോ ഈ നടത്തിയേക്കുന്നത്, ഇത് ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ സത്യമാണോ എന്നറിയണമെങ്കിൽ അതിനെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ മാർഗമില്ലാതാക്കി. ഡെഡ് ബോഡി കത്തിപ്പോയി, ഒന്നുമില്ല, ഇനി ദഹിപ്പിച്ചതാണ്, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അത് യഥാർത്ഥത്തിൽ അതൊരു ദുരൂഹതയുള്ള ഒരു കാര്യമാണ്. ഈ വീട്ടുകാർക്ക്, അതായത് നവീൻ ബാബുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, ബന്ധുക്കൾക്കും ഈ മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ് ആ മുതലെടുപ്പിലേക്ക് പോയത്. കാരണം അവരവർ പറയുന്നത് കേട്ടു, അവരെല്ലാം ചെയ്തു, എല്ലാം അവരോടൊപ്പമാണ് എന്നെല്ലാവരും വിളിച്ചു പറയുന്നതെല്ലാം അവർ കേട്ടു കഴിഞ്ഞപ്പോൾ അവർ കൂടെ ആളുണ്ടല്ലോ, എല്ലാവരും ഒപ്പമാണല്ലോ എന്നുള്ളൊരു ഒരു ധാരണയിൽ ഇതൊരു ആത്മഹത്യ മാത്രമായി അവർ കണക്കാക്കി. അവരാദ്യം ഇതിൻ്റെ മറ്റ് പ്രോസ് ആൻഡ് കോൺസിനെ കുറിച്ച് ചിന്തിച്ചില്ല. അതുകൊണ്ട് മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ ബോഡി ദഹിപ്പിച്ചത്. എൻ്റെ അഭിപ്രായത്തിൽ ഈ ബോഡി ഒരിക്കലും ദഹിപ്പിക്കാൻ പാടില്ലാത്തതായിരുന്നു. അത് മറവ് ചെയ്തിരുന്നത് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ രണ്ടാമതെടുത്ത് അന്തസ്സായിട്ട് പോസ്റ്റ്മോർട്ടം നടത്തി ഇത് വീണ്ടും സ്ഥിരീകരിക്കാമായിരുന്നു. അതിന് പറ്റാതെ പോയി. ഏത് വിധത്തിലാണ് ഇനി ഇതിപ്പോൾ ഒരു ഹാങ്ങിങ് ആണെന്ന് തന്നെ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റിൽ ഒരു ഹാങ്ങിങ് ആയിട്ട് പറഞ്ഞെന്നിരിക്കട്ടെ, അത് സൂയിസൈഡൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റത്തില്ല ഒരിക്കലും, പലപ്പോഴും. കാരണം ഒരു രണ്ട് മൂന്ന് പേര്, അതായത് ഒരാളെ, അതായത് അബോധാവസ്ഥയിലായ ഒരാൾ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആയിട്ടുള്ള ഒരാളെ എടുത്തിട്ട് അയാളുടെ കഴുത്തിൽ ഈ ലൈഗേച്ചർ കെട്ടി മുകളിൽ കെട്ടിയതിന് ശേഷം അങ്ങ് വിട്ട് കഴിഞ്ഞെന്നിരിക്കട്ടെ പതുക്കെ. എല്ലാ സൂയിസൈഡിൻ്റെയും ലക്ഷണങ്ങൾ മാത്രമേ അതിൽ കാണുള്ളൂ. അത് സൂയിസൈഡൽ ഹാങ്ങിങ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയുള്ള കേസ് എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആ മൂന്നാല് പേര് ഒരുത്തനെ നെഞ്ചത്തൊരു വലിയ ഇടി കൊടുത്തു, ഒരുത്തനും ഭയങ്കരമായിട്ട് ഇടിച്ച് അവൻ മറിഞ്ഞു വീണപ്പോൾ യവന്മാർ 4 പേരൂടെ താങ്ങി എടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ്റെ കയ്യിൽ തന്നെ ഉരിഞ്ഞെടുത്തിട്ട് 2 പേര് നിന്ന് പിരിച്ചു. എന്നിട്ട് പിരിച്ചിട്ട് ഒരുത്തൻ ഇതിൻ്റെ ഒരറ്റം എടുത്ത് ഇയാളെ കഴുത്തെ കെട്ടി, വേറൊരുത്തൻ മരത്തെ കയറി. ആ മരത്തെ കയറിയിട്ട് അതിൻ്റെ ഒരു കൊമ്പിലോട്ട് പതുക്കെ നേരെ ഇവർ ബോഡി പൊക്കി കൊടുത്തു. അതിൽ കെട്ടിയിട്ട് അങ്ങ് വിട്ടു. അവനെ അന്നേരം കിടന്ന് പിടച്ചു, മരിച്ചു. ഇത് എത്രയൊക്കെ ക്രൈം, ഇങ്ങനെ എത്രയൊക്കെ ബുദ്ധിപരമായിട്ടൊരു ക്രൈം നടത്തിയാലും അതിലെപ്പോഴും ഒരു തെളിവ് അവശേഷിക്കാറുണ്ട്. ഇത് രാത്രി, അതായത് വെളുപ്പിനെ ഒരു മാർക്കറ്റിലായത് ആടിനെ വിൽക്കാൻ വന്ന ഒരാൾ കേട്ടോ, അയാൾ ആടിനെയും കൊണ്ടുവന്നു. അയാൾ ഉറക്കം വന്ന് അനങ്ങാതെ അപ്പുറത്തൊരു ഷെഡിൽ കയറിയിരുന്ന് ഉറങ്ങുമായിരുന്നു. അയാൾ എന്തോ ശബ്ദം കേട്ട് ഇയാൾ ഉണർന്ന് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. അയാൾ പേടിച്ച് പുറത്ത് പറഞ്ഞില്ല. വലിയ ക്രിമിനൽസാണ് ഈ ചെയ്തവന്മാർ, പുറത്ത് പറഞ്ഞില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞ് ഒരു ഉദ്യോഗസ്ഥൻ, അതായത് ഒരു നല്ലൊരു പോലീസ് ഓഫീസർ, ശശിധരൻ എന്ന് പറയുന്ന ഒരാളാണ് അദ്ദേഹം, ഈ അന്വേഷണം പലതുപോലെ ഇത് നടത്തി, പല അന്വേഷണങ്ങൾ ഇതുപോലെ നടത്തേണ്ടതായിട്ട് വന്നു. അങ്ങനെ കുഴിച്ചുമൂടപ്പെട്ട ഒരു 3-4 കേസുകൾ ഒന്നിച്ച് തുരന്നെടുത്തു കേട്ടോ ഇവർ നടത്തിയിട്ടാണ് അവസാനം ഈ ആടുകാരനെ കണ്ടുപിടിച്ചു, ഈ മൊഴിയെടുത്തു, ആ കേസ് വന്നു, ഞാനത് ശിക്ഷിക്കുകയും വന്നിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ ഒരു എവിഡൻസ് എങ്ങനെയായാലും കിട്ടും, പലപ്പോഴും കിട്ടും. ഇവിടെ ഇതിനി ശ്രദ്ധിക്കണം. ഇതിനകത്ത് വേറൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ഇതിൻ്റെ ഒരു ചെറിയ ഒരു രീതിയിലേക്ക്, അതായത് ഈ PP ദിവ്യയുടെ ഈ പ്രസംഗം, അതുമാത്രമല്ല ഈ പെട്രോൾ ബങ്കിനകത്ത് അയാൾ ഒന്നും ചെയ്തിട്ടില്ല. കാരണം അയാൾ അന്തസ്സായിട്ട് 6 ദിവസത്തിനകത്ത് അയാൾ NOC എഴുതി കൊടുത്തതാണ്. ഈ പെട്രോൾ ബങ്കിൻ്റെ ഇതിലേക്ക് മാത്രമായിട്ട് ഇത് ഒതുക്കിക്കെട്ടാൻ ശ്രമിക്കുന്നത് വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇതിനകത്തൊരു വൈഡ് കോൺസ്പിറസി ഇതിൻ്റെ പുറയിലുണ്ട്. ഇതിനകത്ത് വലിയ ലാൻഡ് മാഫിയ, ലാൻഡ് ഡീല് ഒക്കെ, ഇതെന്തൊക്കെയോ കാര്യങ്ങൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു എന്നൊന്ന് പറയപ്പെടുന്നു. എനിക്കറിയില്ല എൻ്റെ സത്യസ്ഥിതി, പക്ഷേ ഇതൊക്കെ അന്വേഷിക്കണം. ഇതൊരു ചെറിയ കാര്യമായിട്ട് ഈ പ്രശാന്തനിലേക്ക് മാത്രം ഒന്നും ഒതുങ്ങിപ്പോകരുത്. അങ്ങനല്ല ഇത് വേണ്ടത്. ദിവ്യയിലേക്ക് മാത്രം ഒതുങ്ങല്ല വേണ്ടത്. ഇതിൻ്റെ പുറയിലുള്ള കള്ളക്കളികൾ ഒരുപാട് ആരൊക്കെ ഇതിനകത്തുണ്ടായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തണമെങ്കിൽ
കേരള പോലീസിനെ കൊണ്ടത് ചെയ്യാൻ പറ്റില്ല. അവർക്ക് കഴിവില്ലാത്തതുകൊണ്ടല്ല, അവർ ചെയ്യത്തില്ല, ചെയ്യാനൊക്കത്തില്ലെന്ന്. ഇപ്പം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും അവർക്ക്. അവർക്ക് അവരെ ആര് പ്രൊട്ടക്റ്റ് ചെയ്യും? അവർ ചെയ്യത്തില്ല. അപ്പോൾ ഏറ്റവും പറ്റിയത് യഥാർത്ഥത്തിൽ ഒരു ഏജൻസി, അതായത് നിഷ്പക്ഷമായിട്ട് അന്വേഷിക്കാൻ പറ്റിയ ഒരു ഏജൻസി, അത് ഈ കേന്ദ്ര ഏജൻസി ആയിട്ടുള്ള CBI തന്നെയാണ്. CBIക്ക് തന്നെ അതിന് പറ്റുള്ളൂ. അതാണ് ശരി. കോടതി അത് എന്ത് ചെയ്യും എന്ന് എനിക്കറിയില്ല. അത് കോടതി അതിൻ്റെ ന്യായങ്ങൾ നോക്കിയിട്ട് വിധിക്കും. അത് കോടതി വിധിയാണ്. അത് പറഞ്ഞോട്ടെ. ഞാൻ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഈ പറയുന്നത്. അല്ലാതെ ഇങ്ങനെ ചെയ്യണമെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കാരണം അതിനുള്ള അത് പറ്റിയ അതിൻ്റെ സാഹചര്യങ്ങൾ നിർബന്ധിക്കുന്നത് ഇതാണ്. ഇനി കളക്ടറുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, കളക്ടർ ചെയ്ത പണി എന്തോന്ന് നമുക്കറിയാമല്ലോ. വളരെ സത്യസന്ധനായ ഉദ്യോഗസ്ഥനായിരുന്നു ഇദ്ദേഹം. അങ്ങനെ ഒരു അഴിമതി ആരോപണങ്ങളും അദ്ദേഹത്തിൻ്റെ പേർക്കുണ്ടായിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന ആള് അതേ വർഷം തന്നെയാണ് യഥാർത്ഥത്തിൽ ജോയിൻറ്റ് ലാൻഡ് റവന്യൂ കമ്മീഷണർക്കും കൊടുത്തത്, ഗീതയ്ക്ക് കൊടുത്തത് മൊഴി. ഇതൊക്കെ കൊടുത്തു, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ഒരു കൈക്കൂലിയുടെ ആക്ഷേപം ഉണ്ടെന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നോ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പോലീസിന് കൊടുത്ത മൊഴിയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു. നവീൻ ബാബു അയാളുടെ ചേംബറിൽ ചെന്നിട്ട്, കളക്ടറുടെ ചേംബറിൽ ചെന്നിട്ട് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞെന്ന്. ഇത് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു കാര്യമാണോ അയാൾക്കെതിരെ തന്നെ ആദ്യം കേസെടുക്കണ്ടേ യഥാർത്ഥത്തിൽ? കാരണം ഏറ്റവും സംശയാസ്പദത്തിൻ്റെ മുനയിൽ നിൽക്കുന്ന ആളാണ് ജില്ലാ കളക്ടർ. കാരണം ഇതുപോലെ ഇല്ലാത്ത ഒരു കാര്യം, ഒരു കള്ളം പറയുകയാണ്. മാത്രമല്ല, നവീൻ ബാബുവിൻ്റെ ഫാമിലിക്കറിയാം ഈ കളക്ടറുമായിട്ട് ഒരു നല്ല ബന്ധമൊന്നും നവീൻ ബാബുവിനില്ല. കാരണം കളക്ടർ അങ്ങനെയുള്ള ഒരാളാണ്. അതുകൊണ്ട് കളക്ടറുമായിട്ട് ശരിയായ ഒരു ബന്ധമൊന്നുമില്ല, അടുപ്പമൊന്നുമില്ല. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പോരുക എന്നുള്ളതാണ്. പിന്നെ അങ്ങനെയുള്ള ഒരാൾ ഇത് പറഞ്ഞേക്കുമ്പോൾ തന്നെ വളരെ സംശയാസ്പദമായ ഒരു സാഹചര്യമല്ലേ ഉള്ളത്. ഈ കളക്ടർ ആദ്യം അത് ഇടപെടുന്നില്ല. കളക്ടർക്ക് അറിയാമായിരുന്നു ദിവ്യ അവിടെ എത്തുമെന്ന്. എന്നിട്ട് ദിവ്യ അവിടെ വന്നപ്പോൾ അത് ഇതുപോലൊക്കെ അനാവശ്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ തർക്കിച്ചില്ല, തടഞ്ഞില്ല. അതും കൂടാതെ ഇപ്പോൾ ഒരു കള്ളത്തരം കൂടെ പിന്നീട് രണ്ടാമത് മെനഞ്ഞെടുക്കുന്നു. അതായത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൈക്കൂലിക്കാരനാണെന്ന് അദ്ദേഹം സമ്മതിച്ചു എന്നുള്ളതാണ് ഒന്ന് പറഞ്ഞേക്കുന്നത്. ഇത് കൂടാതെ മറ്റ് ധാരാളം സാഹചര്യങ്ങളും ഇതിനകത്ത് കുഴപ്പമുണ്ട്. ഒന്ന്, ഈ PP ദിവ്യ വരുമ്പോൾ അവിടെ ഒരു വീഡിയോഗ്രാഫറെ കൊണ്ടാണ് വരുന്നത് കേട്ടോ. അവിടെ വന്നപ്പോൾ വീഡിയോഗ്രാഫർ കറക്റ്റാണ്. അതിനു മുമ്പ് ഈ ദിവ്യ തന്നെ ഫോണിൽ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു അവിടുത്തെ ലോക്കൽ ചാനലിൻ്റെ ആളിനെ കോണ്ടാക്ട് ചെയ്തു. എൻ്റെ ഇത് മുഴുവൻ ഒന്ന് കവറേജ് നടത്തണം എന്നാണ്. വലിയ അത്യാവശ്യമല്ലേ കവറേജ് നടത്തിയിട്ട്, വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോകല്ലേ. അങ്ങനെ കവറേജ് നടത്താനായിട്ട് ആളുണ്ട്. അയാൾ ഇത് കവറേജും ഒക്കെ നടത്തി റെഡിയാക്കി ഇതെല്ലാം കണ്ടിട്ട് ഈ സ്ത്രീ പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഈ വീഡിയോഗ്രാഫ് മുഴുവൻ വാങ്ങിച്ചിട്ട് മുഴുവൻ സർക്കുലേറ്റ് ചെയ്യാണ് പത്തനംതിട്ടയിലും നാട്ടിലുമൊക്കെ. എന്നിട്ട് അപ്പോൾ ഇനി അടുത്ത ഒരു സാഹചര്യം, അത് എന്നെ ഇന്നലെ ഏഷ്യാനെറ്റിലെ ചർച്ചയ്ക്ക് ശേഷം എന്നെ കാസർഗോഡ് എന്നുള്ള ഒരാൾ വിളിച്ചു കേട്ടോ. അയാളുടെ പേര് ഞാൻ മറന്നുപോയി, നമ്പരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ഇതിലെ ലാൻഡ് ലൈനിലാണ് ഇവിടെ വിളിക്കുന്നത്. വിളിച്ചതിന് ശേഷം പറഞ്ഞു, സാർ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു, നല്ലതായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പറയാൻ സാറ് വിട്ടുപോയെന്ന്. ഞാൻ ചോദിച്ചു എന്ത് കാര്യമാണ് എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, 2 ദിവസത്തിനകം നിങ്ങൾ അറിയും എന്ന് പറഞ്ഞാണ് PP ദിവ്യ പോയത്. സാറിനറിയോ 2 ദിവസം കഴിഞ്ഞ് നിങ്ങൾ അറിയുമെന്ന് പറഞ്ഞത്? നമ്മളൊന്നും അറിഞ്ഞിട്ടില്ലെന്നല്ലേ സാർ എന്നാൾ പറഞ്ഞത്? അല്ല, നമ്മൾ അറിഞ്ഞു ഇയാളുടെ മരണം. അതായത് ഈ നവീൻ ബാബുവിൻ്റെ മരണം 2 ദിവസത്തിനകം നിങ്ങൾ അറിയും അതാണ് അവർ പറഞ്ഞിട്ട് പോയതെന്നാണ് പറയുന്നത്. അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. എനിക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. ഒരാൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് ഒരുപാട് കാര്യങ്ങൾ ഇനി കൂട്ടി വായിക്കാനുണ്ട് ഇതിനകത്ത്. ഈ പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഫോറൻസിക് എവിഡൻസ് മുഴുവൻ നശിപ്പിച്ചത്. പിന്നെ അതുകൊണ്ട് മാത്രം തന്നെ ഇത് യഥാർത്ഥത്തിൽ ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്ന് പറയാൻ പറ്റുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ മുഖ്യമന്ത്രി അങ്ങയ്ക്ക് ആ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിനോടൊപ്പം നിൽക്കുന്ന കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങളോടോ എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾ കോടതി വിധി വരുന്നത് വരെ നോക്കിയിരിക്കാതെ, നാണക്കേടുണ്ടാക്കാതെ നിങ്ങൾ ഇത് CBIക്ക് സ്വമേധയാ ഹാൻഡ് ഓവർ ചെയ്യുക ഈ അന്വേഷണം.
എന്നിട്ട് കോടതി പറയുക ഞങ്ങളിത് CBIക്ക് കുടുംബത്തിന് വേണ്ട ഇതാണ്. അവർക്ക് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നതിൽ അവർക്ക് വിശ്വാസം വേണം. ആ വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കാനായിട്ട് ഞങ്ങൾ കുടുംബത്തോടൊപ്പമാണ്, അതുകൊണ്ട് ഈ അന്വേഷണം CBIക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് എന്ന് നിങ്ങൾ പറയണം. അതാണ് നിങ്ങൾ ആ അന്തസ്സ് കാണിക്കേണ്ടത്. കാണിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളോട് ഒരിക്കലും ഇവരാരും പൊറുക്കില്ല. അത് മനസ്സിലാക്കുക, തിരിച്ചറിയുക.